ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് അമ്മിണി കോഴിക്കോട്ട. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ? കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഇതിന് വേറെ കറിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതിനായിട്ട് ഞാൻ 1.5 കപ്പ് അരിപ്പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക, സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മളതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഈ വെള്ളം കുറച്ചാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിലേ വെള്ളം ആക്കിയിട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടത്തില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് ആക്കി എടുക്കുക. അത് സ്പീഡിലാവും കേട്ടോ. നമ്മൾ കുറേ ടൈം പോകുമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ സ്പീഡിലാവും കിട്ടും. എന്നിട്ട് ഇത് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുക. തിളച്ച വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്യുക. ഒരു 15 മിനിറ്റെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റ ട്രിപ്പിലേ ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് സബോള. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളകും അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ടൈമിൽ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, ഞങ്ങൾക്ക് എരിവ് അത്രയങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയോളൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളിത് സ്റ്റീമായി വന്നു, കറക്റ്റ് വെന്തിട്ടില്ലേന്ന് ഒരെണ്ണം എടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ പിന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പാൻ വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ പൊട്ടുകടല ഉണ്ടെങ്കിൽ ചേർക്കാം, പിന്നെ ഉഴുന്നും പരിപ്പ്, പിന്നെ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സബോള, ഇതിൻ്റെ കൂടെ പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച അമ്മിണി കോഴിക്കോട്ട ഉണ്ടല്ലേ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ഒരു 1/2 കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. കുട്ടികൾക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കാം, അടിപൊളിയാണ് കേട്ടോ.